ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെമ്പനപ്പൂവിൽ വരാനിരിക്കുന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിലവിൽ നമ്മുടെ ചെമ്പനപ്പൂ നല്ല പൊങ്കൽ സ്പെഷ്യൽ എപ്പിസോഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ് പൊങ്കലിനോടനുബന്ധിച്ച് ശ്രുതിയുടെ ഇളയച്ചൻ വീട്ടിലേക്ക് വരുന്നതും പിന്നീട് ശ്രുതിനെ കൊണ്ട് നിർബന്ധിച്ച് തന്നെ മദ്യം കഴിപ്പിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നുവല്ലോ. ആ ഒരു ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ വന്നതിന് ശേഷം ശ്രുതിയുടെ പെരുമാറ്റവും ബീരാനിക്കയുടെ സംസാരവും തമ്മിൽ അങ്ങ് പൊരുത്തപ്പെടാത്ത രീതിക്കായിട്ട് സച്ചിക്കും കൂടെ വന്നിരിക്കുന്ന മഹേഷും തോന്നുകയാണ്. അതിന് കാരണം മറ്റൊന്നല്ല, നമ്മുടെ ബീരാനിക്കയുടെ സംസാരത്തിൽ പലതവണകളായി ആട്ടിറച്ചിയെക്കുറിച്ചും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ഒരുക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇത് മലേഷ്യക്കാരുടെ സംസാരമല്ലോ എന്ന് നമ്മുടെ മഹേഷ് സച്ചിയോടായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല സച്ചിക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ സച്ചി ഇതിനൊരു തീരുമാനം എടുക്കുകയാണ്. ശ്രുതിയുടെ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഇളയച്ചൻ അദ്ദേഹം ആരാണെന്നും എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൊങ്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ ഇളയച്ചൻ വന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി വേഗം വന്നിട്ട് പറയുകയാണ്, ശ്രുതി വേഗം വന്നിട്ട് പറയുകയാണ്, ഇളയച്ചൻ എങ്ങോട്ടും പോകേണ്ട, ഇളയച്ചൻ റെസ്റ്റ് എടുത്തോ, കുറച്ചു നേരം പോയി കടന്നുറങ്ങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബീരാനിക്ക സച്ചിയുടെയും മഹേഷിൻ്റെയും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിയാണ്. ഈ ഒരു സമയത്ത് ഇരുവരെയും കൂടെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവുകയില്ല. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ബീരാനിക്ക സത്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സച്ചി തൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചിരിക്കുമെന്ന് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ശ്രുതി ചെയ്യുന്നത് കൂട്ടത്തിൽ നമ്മുടെ ശ്രുതിനെയും കൂടെ പറഞ്ഞു വിടുകയാണ്. ശ്രുതി പോകുന്നില്ല എന്നൊക്കെ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ നിർബന്ധപ്രകാരം ഇവരുടെ കൂടെ ശ്രുതിയും പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴേക്കാണ് ആടിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബീരാനിക്ക പറയുന്നുണ്ട്, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഇതേ എവിടെ നിന്ന് ഒരു ആടിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ലേ, എന്തായാലും നല്ലൊരു ഏരിയ തന്നെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഫ്രണ്ടിട്ട് നടന്നു പോകട്ടെ. ഈ സമയത്ത് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ട് സാധനങ്ങൾ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പക്ഷേ ഞാൻ കൊണ്ടുവരുന്ന വഴിക്ക് അത് ഇൻകം ടാക്സ് പിടിച്ചു എന്ന് പറയൂട്ടോ. അപ്പോൾ തന്നെ മഹേഷ്, ഇൻകം ടാക്സോ, ഇൻകം ടാക്സ് മറ്റേ നമ്മുടെ പണത്തിൻ്റെ ഇടപാടൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓ സോറി ഇൻകം ടാക്സ് അല്ല, എൻ്റെ കസ്റ്റമറോ അങ്ങനെ എന്തൊരു സാധനമാണ് പിടിച്ചതെന്ന് പറയാണ്. ബീരാനിക്കയുടെ സംസാരം കണ്ടുകൊണ്ട് ആകെ ശ്രുതിയും അതിശയിച്ച് നിൽക്കുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, കസ്റ്റംസിനെയാണോ ഉദ്ദേശിച്ചത് ചോദിക്കുമ്പോഴത്തേക്കും അത് തന്നെ, ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് ആ കസ്റ്റംസ് പിടിച്ചുകൊണ്ടുപോയി, നമുക്ക് ആകെ 2 ലിറ്റർ അല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ലിറ്റർ സാധനം കൊണ്ടുവന്നു, അത് ആ കസ്റ്റംസ് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് എല്ലാം തന്നെ കൊണ്ടുപോകും, സാരമില്ല, പക്ഷേ എനിക്കിഷ്ടം നമ്മുടെ നാട്ടിലെ സാധനമാണെന്നൊക്കെ ബീരാനിയൊക്കെ പറയുമ്പോഴത്തേക്കും അതെയോ നമുക്കത് ഒപ്പിച്ചു തരാലോ എന്ന് നമ്മുടെ സച്ചി പറയുകയും ഫ്രണ്ട്സിനോടായിട്ട് മദ്യം മേടിച്ചു വരാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, വേണ്ട സച്ചി, ഇളയച്ചനെ കൊണ്ട് കുടിപ്പിക്കരുത്, ഇതൊന്നും ശ്രുതിക്ക് ഇഷ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബീരാനിക്ക പറയുകയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മരുമോനെ, എൻ്റെ മരുമോളെ എനിക്കറിയാം, അവൾ എന്നോട് ഒന്നും തന്നെ പറയുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക മദ്യം എടുത്ത് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ 3/4 ഭാഗത്തോളം മദ്യവും അതിൻ്റെ മുകളിലൊരു 1/4 ഭാഗത്തോളം മാത്രമായിട്ട് വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് 2 ഗ്ലാസോളം കഴിക്കുന്ന കാണുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നുണ്ട്, എടാ സച്ചി, നമ്മളൊക്കെ കുറേ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലല്ലേടാ കുറച്ച് മദ്യം ഒഴിക്കുന്നത്, ഇദ്ദേഹം എന്താ നേരെ തിരിച്ചാണല്ലോ കഴിക്കുന്നത്, നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹം വെള്ളം അടിക്കുന്നതാണെന്നൊക്കെ സ്വകാര്യത്തിൽ പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ കഴിക്കണം, ഇങ്ങനെ കഴിച്ചാൽ മാത്രമാണ് സത്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ, ഇളയച്ചന് കുറച്ചും കൂടി കൊടുക്കുന്നു പറയാണ്. കാണുമ്പോഴത്തേക്ക് ശ്രുതി വീണ്ടും തടയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഇളയച്ചൻ വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, ആണുങ്ങളായി കഴിഞ്ഞാൽ മീച്ച വെച്ച് കിടന്നിട്ട് മാത്രം കാര്യമില്ല, കുറച്ചൊക്കെ വെള്ളം അടിക്കണം, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ തൻ്റെ അടുത്ത് പിടിച്ചെടുത്താണ്. അതിനുശേഷം ശ്രുതിനോട് വെള്ളം അടിക്കാനായിട്ട് നിർബന്ധിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അവൻ അതൊന്നും വലിയ ശീലമില്ല, അവനെ കൊണ്ട് കുടിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒന്ന് കണ്ണ് തെറ്റുന്ന സമയത്ത് ഇളയച്ചൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ കയ്യിലേക്ക് ഗ്ലാസ് അതുപോലെ തന്നെ ശ്രുതിയുടെ വയലേക്ക് അമത്തുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് സച്ചിയൊക്കെ ചാടി എഴുന്നിട്ട് ചോദിക്കുന്നത്, എന്താ ഇളയച്ചൻ, നിങ്ങൾ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനിതൊക്കെ ഓക്കെ ആയിക്കോളും, ആദ്യമൊക്കെ കഴിക്കുമ്പോഴും ഒരു വ്യത്യാസമൊക്കെ തോന്നുള്ളൂ, 2ാം തവണ കഴിക്കുമ്പോഴും പിന്നീട് കഴിക്കുമ്പോഴും അവനിതൊക്കെ ശീലമായി തുടങ്ങിക്കോളും, ഇങ്ങനെയൊക്കെയല്ലേ ശീലമാവുന്നതെന്നൊക്കെ ഇളയച്ചൻ പറയുകയാണ്. അതിനുശേഷം 2ാമതൊരു പെഗ്ഗും കൂടി ഇതേ രീതിക്കായിട്ട് ശ്രുതിനെ കൊണ്ട് സച്ചിയുടെ കണ്ണം തെറ്റുന്ന സമയത്ത് കഴിപ്പിക്കുകയാണ്. എന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം മദ്യം കൊടുത്തിട്ട് നമ്മുടെ ഇളയച്ചൻ ആ സ്പോട്ടിൽ വെച്ച് സത്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങുന്ന സമയത്തേക്ക് നാവ് സമ്മതിച്ചാലെങ്കിലും പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഇളയച്ചനെ കൂട്ടിക്കൊണ്ട് സച്ചിയും മഹേഷും ഫ്രണ്ട്സും കൂടെ നടന്നു വരുന്ന സമയത്ത് ശ്രുതിനെ അന്വേഷിക്കുന്നുണ്ട്. കാരണം ശ്രുതി ഇത്ര അധികം വെള്ളം അടിക്കുന്ന ആദ്യമായിട്ടാണ്, തന്നെ കൊണ്ട് പറ്റുന്നില്ല, തനിക്ക് തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. ഇനി ശ്രുതി എവിടെയായിരിക്കും കിടക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് റോഡരികിൽ നമ്മുടെ ശ്രുതിയെ കാണുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയെയും ഇളയച്ചനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന സച്ചിയാണ്. സച്ചിയുടെ പ്ലാനിങ് എല്ലാം തന്നെ തകരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.